നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 62 വയസ്സുള്ള റിട്ടയർഡ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ വളരെ ആരോഗ്യകരമായൊരു ജീവിതശൈലി നയിക്കുന്നൊരു വ്യക്തിയാണ്. കൃത്യസമയത്ത് രാവിലെ എഴുന്നേൽക്കും, കുറച്ചു നേരം നടക്കും, യോഗ ചെയ്യും, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും, കുറച്ച് കൃഷി പരിപാടികളൊക്കെ ഉണ്ട്, വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു, ഒരു മടുപ്പൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പ്രഷറും ഷുഗറും ഒക്കെ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാറുണ്ട്, കൊളസ്ട്രോൾ പരിശോധിക്കാറുണ്ട്. ഇതൊക്കെ നോർമലാണ്, ഒരു തകരാറും കാണുന്നുമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് പൊടുന്നനെ അപ്രതീക്ഷിതമായ ഒരു ആരോഗ്യ പ്രശ്നം വന്നു. ഉച്ച കഴിഞ്ഞ സമയത്ത് വീട്ടിൽ ഇരുന്ന സമയത്ത് പെട്ടെന്ന് അപസ്മാരം പോലെ പുള്ളിക്ക് കുറച്ച് ചലന വൈകല്യങ്ങൾ വന്നു. തറയിലേക്ക് വീണു, കയ്യും കാലും ഇട്ടടിക്കുന്ന രീതിയിൽ വന്നു, വായിൽ നിന്ന് നൊരയും പതയും വന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തിനൊരു ഓർമ്മയുമില്ല. വീട്ടുകാർ തട്ടി വിളിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തതയില്ലാത്ത രീതിയിൽ എവിടെയാണ് ഇരിക്കുന്നത്, ആരാണ് ചുറ്റുമുള്ളതെന്നൊന്നും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയൊരു രോഗാവസ്ഥ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ ആർക്കും അപസ്മാര രോഗമില്ല. മാത്രമല്ല, അപസ്മാരം കുറച്ചുകൂടെ ചെറുപ്പത്തിലുള്ളവർക്കാണല്ലോ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളത്. ഈ 62 വയസ്സിൽ ആദ്യമായി അപസ്മാരം വരുന്നതൊക്കെ അവിശ്വസനീയമായൊരു സംഗതിയായിട്ട് തോന്നി ബന്ധുക്കൾക്ക്. അവർ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ച് വിശദമായ പരിശോധനകളൊക്കെ നടത്തി. പ്രാഥമികമായി നോക്കിയ ബ്ലഡ് ടെസ്റ്റുകളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ബ്ലഡ് ഷുഗർ നോർമലാണ്, ബ്ലഡ് റുട്ടീൻ പരിശോധനകളൊക്കെ നോർമലാണ്, രക്തത്തിലെ സോഡിയം പൊട്ടാസ്യം അതിൻ്റെ അളവൊക്കെ നോർമലാണ്, കരളിൻ്റെയും കിഡ്നിയുടെയും പ്രവർത്തനങ്ങളൊക്കെ നോർമലാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. EEG എന്ന് പറയുന്ന ഈ അപസ്മാരം കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ EEGയിൽ ചെറിയ അപസ്മാര സഹജമായ വ്യത്യാസങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വാർദ്ധക്യത്തിൽ ഇങ്ങനെ അപസ്മാരം വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉറക്കം നഷ്ടപ്പെട്ടാൽ വരാം. പക്ഷേ അടുത്തൊന്നും അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരു 6 മണിക്കൂർ എന്നും രാത്രിയിൽ ഉറങ്ങുന്നുണ്ട്. ഉറക്കത്തിൻ്റെ സമയത്തിന് അങ്ങനെ കുറവൊന്നും വന്നിട്ടില്ല. പിന്നെ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണോ? കാരണം പ്രായം ചെന്ന ആളുകളും കുട്ടികളും ഒക്കെ ഇപ്പം മൊബൈൽ അടിമത്തത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം. അപ്പോൾ അമിതമായി മൊബൈൽ ഉപയോഗിക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയുമല്ല. അങ്ങനെ അധികമായിട്ടൊന്നും മൊബൈൽ ഉപയോഗിക്കുന്ന ഒരാളെ അല്ല. ഇദ്ദേഹത്തിന് അതിനുള്ള സമയവുമില്ല. തലയിൽ എന്തെങ്കിലും ഇനി ട്യൂമറോ അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളാണോ എന്ന സംശയമായി ബാക്കി. അപ്പോൾ തലയുടെ സ്കാൻ, MRI സ്കാൻ അടക്കമുള്ളതൊക്കെ എടുത്ത് നോക്കി. തലച്ചോറിൽ അങ്ങനെ ട്യൂമറോ അണുബാധയോ അങ്ങനത്തേതൊന്നുമില്ല. ദിവസങ്ങൾക്ക് ശേഷം രക്തപരിശോധന ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് രക്തത്തിലെ മഗ്നീഷ്യം എന്ന് പറയുന്ന ആ ഒരു ലവണത്തിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഹൈപ്പോമഗ്നീസീമിയ എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. ഇത് വളരെ അപൂർവമായിട്ടാണിത് കാണുന്നത് എങ്കിലും ഇപ്പോൾ പ്രായം ചെന്ന ആളുകളിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഹൈപ്പോമഗ്നീസീമിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് സാധാരണഗതിയിൽ നമ്മൾ സോഡിയം പൊട്ടാസ്യം ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കാറുണ്ട്. പക്ഷേ ഈ മഗ്നീഷ്യത്തിൻ്റെ അളവ് സാധാരണഗതിയിൽ നമ്മളൊരു റുട്ടീൻ ടെസ്റ്റിനൊന്നും പോകുമ്പോൾ ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല. പക്ഷേ വയോജനങ്ങളിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ അപസ്മാരത്തിനും സ്ഥലകാല ബോധമില്ലായ്മയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ രക്തത്തിലെ മഗ്നീഷ്യം കുറയുന്നതാണ്. എന്തുകൊണ്ട് മഗ്നീഷ്യം കുറയുന്നു? അത് ഭക്ഷണത്തിലെ ചില അപാകതകൾ കൊണ്ട് സംഭവിക്കാം. ചില പ്രത്യേകതരം മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതും ചിലപ്പോൾ ഈ മഗ്നീഷ്യം കുറയാനൊക്കെ കാരണമാകാം. കാരണം അങ്ങനത്തെ ചില രീതികളുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൻപുറത്തൊക്കെ ആശുപത്രിയിൽ ഡോക്ടറിനെ പോയി കാണുന്ന അസൗകര്യമൊക്കെ പരിഗണിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വയറ്റിൽ എരിച്ചിലുണ്ട്, ഗുളിക തരാനെന്ന് പറയും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഗുളിക കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ഗുളികകളെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ദീർഘകാലം അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഈ മഗ്നീഷ്യത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മഗ്നീഷ്യം കുറയുമ്പോൾ അപസ്മാരം അല്ലെങ്കിൽ സീഷർ വരാം. അതുപോലെ സ്ഥലകാല ബോധമില്ലായ്മ അഥവാ ഡെലീരിയം വരാം. മറ്റ് ലവണങ്ങളുടെ അളവിലെ വ്യത്യാസം മൂലവും ഈ ഡെലീരിയം എന്ന അവസ്ഥ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറയുക, പ്രത്യേകിച്ച് ചൂടുകാലത്ത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തൊക്കെ ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ താപനില വളരെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് അമിതമായി വിയർക്കുന്നു, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ രക്തത്തിൽ നിന്ന് ജലാംശവും സോഡിയവും കുറയുന്നു. അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറയുമ്പോൾ പെട്ടെന്ന് ചുറ്റും നടക്കുന്ന ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലകാല ബോധമില്ലായ്മയുടെ അവസ്ഥയിലേക്ക് പ്രായം ചെന്ന ആളുകൾ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ പറയുന്നതെല്ലാം ചില ലവണങ്ങളുടെ അളവിലെ വ്യതിയാനങ്ങൾ മൂലം വരുന്ന അവസ്ഥകളാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ പരിശോധനയിലൂടെ നിർണ്ണയിച്ച് തിരുത്തേണ്ടതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളത് പരിഹരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്ന അവസ്ഥകൾ തന്നെയാണ് എന്നുള്ളതാണ് സത്യം. നമസ്കാരം.